എന്താ ഇവിടെ എങ്ങനെ നടക്കണേ? ഒന്നല്ല വെറുതെ ഇങ്ങനെ ഞാൻ ഇവിടെ ഒരാളെ കാണാണ്ട്. എന്താ ട്രാവൽസ് കണ്ടല്ല, എന്താ പുതിയ പരിപാടി എന്തെങ്കിലും ഉണ്ടാവും? ട്രാവൽസിൽ പോയത് കുട്ടികളെ കൊണ്ടുവരാനുള്ള ഒരു പരിപാടി. എന്താ പറയുക, പെട്ടെന്നൊരു തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. കുട്ടികളെ കൊണ്ടുവരാനുള്ള കമ്പം കൊണ്ടൊന്നുമല്ല, നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചു. നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ, പൈസന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കാരണല്ലേ, കടവും കാര്യം ഇതൊക്കെ ഉണ്ടായിട്ട് പോകാൻ പറ്റില്ല. 3-4 കൊല്ലക്കായിട്ട് ഇവിടെ വന്നിട്ട് കായില്ല എന്താ പാറ. 4 കൊല്ലായിട്ട് ഓഫീസ് പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും എല്ലാ സമയത്തും പൈസ ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം, അതിന് നാട്ടിലെ കടം തീർക്കണം, ഒരു ലോൺ ഉണ്ട് അത് തീർക്കണം, കുട്ടികളെ സ്കൂളും മദ്രസ അത്, പിന്നെ പെരയിലെ ചെലവ്, ഇവിടെ ഇക്കാമിയും കാര്യം ഇതൊക്കെ വേണ്ടേ. അല്ല അപ്പൊ പെരയില് ഏട്ടന്മാരും അനിയന്മാരൊക്കെ സെറ്റപ്പാണ്. പക്ഷെ സംഗതികളൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയൻ വേറെ വീടെടുത്ത് പോയി, യേശന്മാരൊക്കെ വേറെ വീടെടുത്തുണ്ട്. ഞാൻ ഇപ്പോഴും ആ തറവാട്ട് വീട്ടിലാണ്. അല്ല, എന്റെ അനിയുണ്ട്, ഓനും വേറെ വീടെടുത്തു. ഞാൻ ആ വീടുമ്പല് കുറച്ച് പൈസ ലോൺ എടുത്തിരുന്നു. ഞങ്ങളാ തറവാട് വീടുമ്പല് എല്ലാരും ഒപ്പൊക്കെ ഇട്ട് കുറച്ച് ലോണൊക്കെ എടുത്തിരുന്നു. അതിനിപ്പോ പെരക്കാരെ കണക്ക് പ്രകാരം ഞാനിപ്പോ ഒരു 10-50 ലക്ഷമൊക്കെ എടുത്ത മാതിരിയാണ്. ഞാൻ കിട്ടുന്നതിനനുസരിച്ചൊക്കെ അടച്ചു കൊടുക്കുന്നുണ്ട്. അടവ് തീർന്നിട്ടില്ല, അടവ് കുറച്ചുകൂടി ഉണ്ട്. ഇപ്പൊ ജ്യേഷ്ഠന്മാരും അനിയനൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അടവൊക്കെ തീർക്കാൻ കഴിയും. അല്ല അപ്പൊ പെരയില് വരുമാനമൊക്കെ ഇല്ലേ? പറമ്പില് പറമ്പിൽ അങ്ങനെ വരുമാനമൊന്നും ഇല്ല. ഞാനൊക്കെ ജ്യേഷ്ഠന്മാർ പോലും ഒക്കെ സ്വത്ത് അങ്ങനെ പോവല്ലേ, മറ്റവർക്കൊക്കെ റാത്താണ്. പക്ഷെ ഓലോടൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോ ഓലൊക്കെ സഹായിച്ചിനി, മുമ്പ് നല്ല സഹായിച്ചതാണ്. നമ്മളെ വിധി അങ്ങനെയാണ്, മുമ്പ് സഹായിച്ചെന്ന് വെച്ചിട്ട് ഇപ്പൊ നിർത്തണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ ഏതായാലും ഇങ്ങോട്ട് കേറിയിട്ട് ഇപ്പൊ എന്താ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളൊക്കെ ഈ കാണുമ്പോത്തിന്, പെണ്ണുങ്ങളെയും കുട്ടീനൊക്കെ കാണുമ്പോത്തിന് ഇവർക്ക് ഈ ഒരു ലോണിന്റെ ലോൺ എടുത്തുകാണ്ട് പോയതാണ്. ഒരു പൈസ അയക്കണില്ല, അടക്കണില്ല. ഓലോട് കുട്ടികളെ വരെ വേർതിരിച്ച് കാണാം, രണ്ടായി കാണാം. നമ്മളൊക്കെ ഒരു ഏട്ടനും അനിയന്മാരും ഇപ്പൊ സ്വന്തം പേരയിലോ ആപ്പാക്കും ഒക്കെ എല്ലാ പേരക്കുട്ടികളും ഒരേ മാതിരി ഉണ്ടാവുക. അതില്ല, പെങ്ങന്മാരെ കുട്ടികളാകുമ്പോ കുറച്ചുകൂടെ സ്നേഹം കൂടുതലുണ്ടാവും. അതന്നെ, പെങ്ങന്മാര് വരുമ്പോ ഈ പെങ്ങന്മാര് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവൽക്കൊക്കെ ഒന്ന് വയ്യാതായിണ്ടെങ്കിൽ ഇവലാരും കിട്ടൂല നോക്കാൻ. അപ്പൊ അപ്പൊ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ പെരയിൽ ആർക്കും സുഖമില്ലാതായിട്ടില്ല, എന്റെ പെണ്ണുങ്ങളെ ഹോസ്പിറ്റലിൽ പോകാനും നോക്കാനും എല്ലാത്തിനും ഇതാണ്. പൈസക്കാരെ പെണ്ണുങ്ങളൊന്നും അതിന് പോലെ, ഓൽക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് മോശമാണ്. പക്ഷേ ഇത് എന്തെങ്കിലും ഇന്ന സൂക്കടൊക്കെ മാറിയിട്ടുണ്ടല്ലോ, ഇവലൊക്കെ എല്ലാവരും ഒന്നുമാണ്. അതാണ് അതിന്റെ മാറ്റം. കുടുംബത്തിൽ എല്ലാ കുടുംബത്തിലൊന്നും ഇല്ല. നമ്മളിപ്പോ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഇതാണെന്നുള്ളു. ചിലവർക്ക് എന്താണെന്നറിയോ, മക്കളായാലും പേരക്കുട്ടികളായാലും ഒക്കെ ആ പൈസ ഉള്ളവന്റെ ഒരു വലിയ സംഭവം, ഇല്ലാത്തവന്റെ വേറൊരു സംഭവം. മക്കളെ രണ്ട് കണക്ക് കാണുക, അങ്ങനെ കാണാൻ പാടില്ല. ഞാനിപ്പോ എന്താ അറിഞ്ഞു, കുറച്ചുകൂടി കട ആയാലും വേണ്ടില്ല അങ്ങോട്ട് കൊണ്ടുവന്നാണ്ട് നമ്മളിപ്പോ ഇപ്പൊ എന്റെ പെണ്ണുങ്ങൾക്ക് ഉണ്ടായാലും സ്വസ്ഥായിട്ട് നിൽക്കാനൊരു ആഗ്രഹം. ഇതിപ്പോ ഇളച്ചിനെ കണ്ടാലും മൂത്തച്ഛനെ കണ്ടാലും ഒക്കെ ഓക്കൊക്കെ എപ്പോഴും കണ്ണീരാണ്. കാരണം ഓൽക്കൊക്കെ ഒരു നോട്ടത്തില് പോലെ ഒരു കളിയാക്കലാണ്. മൂത്തച്ഛക്കും ഇവലൊക്കെ ഇപ്പൊ മുമ്പ് വന്നപ്പോ ഉണ്ടായതാണ് ഈ ഗൾഫിലാണോ അതോ നാട്ടിൽ തന്നെ? ഓലൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാരും ഇവിടെ ഉണ്ട്. ഓലൊക്കെ പോകും, ഒക്കെ ബിസിനസ്സും കാര്യമായി. നമ്മള് പിന്നെ വന്ന് പെട്ടത് ഇങ്ങനെ ഒരു പണിയിലാണ്. പിന്നെ ഇതിന്റെ നല്ലൊരു മുന്തിയൊരു പണി നോക്കിയെടുക്കാൻ ഉള്ളൊരു സാഹചര്യം ഇല്ല. ഇനിയിപ്പോ ഇവിടുന്ന് ഈ പണിന്ന് ഇറങ്ങിയിട്ടെങ്കിൽ 1-2 മാസം വെറുതെ കെട്ടിടും. അപ്പൊ അത് കഴിയൂലല്ലോ. പിന്നെ ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് ഇപ്പൊ ഭയങ്കര ചാർജാണ്. റൂം ഇവിടെ നിന്ന് സെറ്റ് ആക്കിയാണ്. പക്ഷെ കുറച്ചൊക്കെ ഒരു മനസ്സമാധാനം ഓൽക്കും. കടൽ ഇപ്പൊ ഇന്റെ തലയിലാണ് ഉണ്ടാവുക. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എന്തെങ്കിലും ഒരു സുഖം ഉണ്ടാവുമല്ലോ. ഞാനോ ഏതായാലും ആ ടെൻഷനും കാര്യമായിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ ഓൽക്ക് എന്തെങ്കിലും ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം അങ്ങനെ ടെൻഷൻ ഇല്ലാതെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അതാണ് ഇപ്പൊ ഉദ്ദേശം. ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇതാണ് കുട്ടികളെ പഠനമാണ് ബുദ്ധിമുട്ട്. സ്കൂൾ മദ്രസൊക്കെ വരുമ്പോൾ നമ്മൾ കെട്ടിലും ബഡ്ജറ്റ് കൂടും. കുറെ ആൾക്കാർക്ക് അത് തന്നെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും നോക്ക്, കാര്യങ്ങളൊക്കെ അവർക്ക് ഒരാഗ്രഹം ഉണ്ടാവില്ല, നമ്മുടെയും കാര്യങ്ങളൊക്കെ ചെയ്യാം. തീരുമാനമാണ്, നോക്കാണ് നടക്കും. കുറച്ച് പൈസ കൂടെ ഒക്കെ എവിടെയെങ്കിലും ഒപ്പിച്ചാണ്ട് ഇതാണ്ട് ഇതാക്കാം.
അവർക്കൊക്കെ ഒന്ന് മനസ്സിലാകാനും ആവും ചെയ്യും. ഇല്ലാതാവുമ്പോൾ എങ്ങനെ ഇല്ലാതാവുമ്പോഴുള്ള ഒരു മാറ്റങ്ങള് അപ്പൊ അത് തറവാട്ടേരയിൽ ഫുള്ളായി സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ഓൾക്കൊരു വില ഉണ്ടാവില്ല. ഓളൊരു വേലക്കാരി ആയിട്ടാണ് ഇപ്പൊ തറവാട്ടേരയിൽ നിൽക്കുന്നത്. കാരണം ഓലെല്ലാരും സ്വത്തും പോലൊക്കെ നോക്കി നടത്താനും തറവാട് നന്നാക്കാനൊക്കെ ഓള് വേണം. അതാണ് ഇപ്പൊ അതിന്റെ കാര്യം. പക്ഷെ ഒരു ദിവസം ഓളെ വീട്ടിലേക്ക് പോകാനോ അതിനൊന്നും ഉമ്മയും ഓൾക്കൊന്നും ഇഷ്ടമല്ല. എന്തിനാ പോണേ എങ്ങോട്ടാ പോണെന്ന് വെച്ചാണ്ട് ഇപ്പൊ അങ്ങനെ തന്നെ എല്ലാ അയൽവാസിയുണ്ട്. പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരൊക്കെ അവിടെ നിൽക്കണം പേരില്ല. മോളും അവരൊക്കെ അവരുടെ കണ്ടീഷനിൽ പോകും. ഇവർക്ക് പെരുന്നാളും കാര്യങ്ങളും അതിലൊക്കെ വന്ന് പോയിട്ടാണോ ഇവർക്ക് പോകാൻ. ഇപ്പൊ ഈ പെങ്ങന്മാരൊക്കെ വരാണെങ്കിൽ ഒന്ന് കൂടുതൽ ഇന്റെ അടുത്ത് തറവാട്ടിങ്ങൊക്കെ വന്ന് കൂടുന്നു. മറ്റുള്ളവർക്ക് ഒന്ന് ഓരോക്കെ പോയാണ്ട് ഓരോക്കെ പോയാണ്ട് ഇങ്ങോട്ട് പോരും. അപ്പോഴും ആ ചെലവും ഇതൊക്കെ പക്ഷെ ആർക്കും കണ്ടൂടാ. പൈസ പറിച്ചോന്റെ അടുത്തുള്ളതല്ലേ, ആർക്കാ എപ്പാ കിട്ടാന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഒന്ന് ഡ്യൂട്ടിയില്ലേ നോക്കുന്നു? ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞു. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പാർട്ട് ടൈമിന്റെ എന്തെങ്കിലും ഒരു പരിപാടി കൂടി നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണ്ടേ. നമ്മളിവിടെ മീൻകടയിൽ ഒരാളെ വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്തും കൊടുക്കാം. ഇനിയിപ്പോ പൈസയാണ് ആവശ്യം. ഞാൻ ചോദിച്ചോട്ടോ, ചോദിച്ചു നോക്കി. ട്രാവൽസിൽ കണ്ടപ്പോൾ എന്താ പ്രത്യേകം എന്താ പരിപാടി അതാ അറിയിക്കാനും വേണ്ടിട്ട്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഞങ്ങളൊരാളെ കാത്തിക്കണം. ആയിക്കോട്ടെ, സോറി.